ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ KT കുട്ടൻ, റിട്ടയർഡ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഫ്രം ഗവൺമെൻറ് ആൻഡ് ആൾസോ ലൈസൻസ്ഡ് സിവിൽ എഞ്ചിനീയർ. അപ്പോൾ ഞാൻ ഏതാനും ദിവസം റൗണ്ടിലൂടെ ഞാൻ കാർ ഓടിച്ച് വരാറുണ്ട്. വളരെ ദുഷ്കരമായിട്ടുള്ള യാത്രയാണ്. ഈ വാഹനങ്ങളെല്ലാം തിക്കിക്കൂടി ഒരു ഡിസോർഡറായിട്ട് യാത്ര ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റും അതോറിറ്റിയും ജീവനക്കാരുണ്ടെങ്കിലും അതിൻ്റെ ഗുണം നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട ഒരു വിധം എൻ്റെ അറിവിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ വീതി 15 മീറ്റർ മുതൽ 18 മീറ്ററോളം വീതി ഉണ്ട്. നമ്മൾ തൃശ്ശൂർ റൗണ്ട് തേക്കിൻകാട് മൈതാന ചുറ്റുമുള്ള നമ്മുടെ റോഡ്. അപ്പോൾ അതിൽ 3 മീറ്റർ നമ്മൾ ഓട്ടോ, സ്കൂട്ടർ, ബൈക്ക് പോകാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. ബാക്കി നമുക്ക് ഏകദേശം ഒരു 12 മീറ്റർ ഉണ്ട്. ഈ 12 മീറ്ററിന് 3 ഡിവൈഡ് ചെയ്യാം. 4 മീറ്റർ 4 മീറ്ററുമായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ലെഫ്റ്റ് പോർഷൻ നമ്മൾ കാറുകളും ലൈറ്റ് വെഹിക്കിൾ പോകാനുള്ള സൗകര്യവും, രണ്ടാമത്തെ നമ്മൾ 4 മീറ്റർ നമ്മൾ ബസ്സുകളും അതുപോലെ തന്നെ ഹെവി വാഹനങ്ങൾ പോകാനുള്ള സൗകര്യവും, അതുപോലെ തന്നെ മൂന്നാമത് വരുന്ന 4 മീറ്ററിൽ നമുക്ക് ആംബുലൻസും അതേമാതിരിയായിട്ടുള്ള സ്പെഷ്യൽ ഇതായിട്ടുള്ള വാഹനങ്ങൾ പോകാനുള്ള വഴിയും, ഒപ്പം തന്നെ ഓവർടേക്ക് ചെയ്തിട്ട് മുന്നേറി പോകാനുള്ള ഒരു സൗകര്യവും, അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓണ സീസണിൽ നിർബന്ധമായിട്ടും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അതും വണ്ടി നമ്മൾ വിലങ്ങിനിടാതെ നീളത്തിൽ സൈഡ് ഒതുക്കിയിട്ട് എല്ലാവരും അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ ആവുമ്പോൾ വല്ല സ്ട്രീം ലൈനായിട്ട് നദി ഒഴുകണ പോലെ സ്ട്രീമായിട്ട് നമുക്ക് അതിൽ വാഹനങ്ങൾ പോകുന്നത് കാണാൻ പറ്റും. ഒരു തരത്തിലുള്ള റഷ് ഉണ്ടാവില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്കൂട്ടറും ഓട്ടോയും പിന്നെ അടുത്ത സൈഡിൽ കാറൊക്കെ കൊടുക്കാൻ കാരണം നമ്മൾ ഈ റൗണ്ടിൽ നിന്ന് കണക്ട് ചെയ്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറേ ഷോർട്ടായിട്ടുള്ള കുറേ വഴികളുണ്ട്. ആ വഴികളൊക്കെ എളുപ്പം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ കോയമ്പത്തൂർ പോണ സമയത്ത് NHോടെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഹെവി വെഹിക്കിൾ, നല്ല ഭാരം വഹിക്കുന്ന വണ്ടികളെല്ലാം റൈറ്റ് സൈഡോടെ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റൈറ്റ് സൈഡ് മാത്രമല്ല, സെൻറ്ററിലൂടെ പോവും, ലെഫ്റ്റ് സൈഡോടും പോവും. 3 ലൈനിൽ അവർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവും. നമ്മൾ കാറോ വല്ല ബൈക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സിക്സാഗ് പോലെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകണം. പിന്നെ ഹെവി വെഹിക്കിൾ ഏകദേശം നമ്മൾ 20 to 40 കിലോമീറ്റർ ഇതിലാണ് പോവുക. കാറുകൾ 60 മീറ്ററും അതിൻ്റെ മേലെ നമ്മൾ യാത്ര ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മളതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിനൊരു സിസ്റ്റം നമ്മളുടെ ഇവിടെ ഇല്ല. ഞാൻ UAEയിലും ഒമാനിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ദുബായ് ടു ഷാർജ 6 ലൈനിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്ട്രീമായിട്ടുള്ള മൂവിങ് ആണ് അവിടെ കാണുന്നത്. എനിവേ റൈറ്റ് സൈഡിലാണ് ഏറ്റവും സ്ലോ വരുന്നത്. അത് ഓരോ ലെഫ്റ്റിലേക്ക് മാറും തോറും സ്പീഡ് കൂടി വരണം. എനിവേ ഒരു സ്പീഡ് കുറഞ്ഞ വണ്ടി സ്പീഡ് കുറഞ്ഞ ട്രാക്കിലേക്ക് മാറി അപ്പം തന്നെ ഇടിച്ച് പാഴ്സായി പോകും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ക്യാമറ ആണ് അതിനെ കൺട്രോൾ ചെയ്യണത്. എനിവേ ഏതെങ്കിലും ഡ്രൈവർ ഇതിന് വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഫൈൻ അപ്പം തന്നെ അവരുടെ മൊബൈലിൽ വരും ചെയ്യും. അപ്പം തന്നെ ഫൈൻ കൊടുക്കേണ്ട സിറ്റുവേഷനാണ്. അങ്ങനെ ഫൈൻ കൊടുക്കേണ്ട സമയത്ത് അതിൻ്റെ ഫൈൻ ഡ്രൈവർ തന്നെ വഹിക്കണം, ഒരിക്കലും അതിൻ്റെ ഓണർ വഹിക്കാറില്ല. അപ്പോൾ നമ്മളുടെ അവിടെ ഇങ്ങനെ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറും അതിനുള്ള സിസ്റ്റം, പിന്നെ സിറ്റി പോലീസ് കമ്മീഷണറൊക്കെ ഉള്ള നിലയ്ക്ക് നമുക്ക് സെൽഫായിട്ട് ഈ ഓണക്കാലത്തെങ്കിലും നമ്മുടെ റൗണ്ടിലൂടെ സുഗമമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു വഴി ഒരുക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇതെൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. അഭിപ്രായത്തോടെ എത്ര പേര് യോജിക്കുന്നറിയില്ല. പക്ഷേ ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നതാണ് ബെറ്ററാണ്. നമ്മുടെ അറിവുകൾ നമുക്ക് പൊതുജനങ്ങൾക്കായിട്ടുള്ള ഒരു അറിവ് നമ്മൾ മനസ്സിൽ മൂടി വയ്ക്കുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമാണ്.
അത് നമ്മൾ പബ്ലിസിറ്റി ചെയ്യുക, നല്ല കാര്യങ്ങൾ പബ്ലിസിറ്റി ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യണത് അക്സെപ്റ്റ് ചെയ്യുക, റിജക്റ്റ് ചെയ്യണത് റിജക്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.